ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണവിചാരില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കാശി അയോധ്യ യാത്രയെക്കുറിച്ചാണ്. ഭാരതത്തിലെ ഓരോ ഹിന്ദുവും തന്റെ ജന്മസാഫല്യമായി കരുതുന്ന ഒരാഗ്രഹമാണ് നമ്മുടെ പുണ്യ പുരാതനങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം നടത്തുക എന്നത്. അത് സാധിച്ചതിലുള്ള നിർവൃതിയിലാണ് ഞാനിപ്പോൾ. അതിന് അവസരം ഒരുക്കി തന്ന SP വൈസിനോട് ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ മിക്കവാറും ആറന്മുള സ്നേഹമിലിന് മുമ്പേ തന്നെ ചെയ്തു വെച്ചിരുന്നു. ഒക്ടോബർ 5-നുള്ള കേരള എക്സ്പ്രസിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഞാനും ഹസ്ബൻഡും. ഞങ്ങളെ 8 പേര് അതിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിരുന്നു. കാഴ്ചകൾ കണ്ടുപോകാൻ വേണ്ടിയാണ് അങ്ങോട്ട് ട്രെയിനിന് തന്നെ ആക്കിയത്. അത് മിക്കവാറും എല്ലാം സഫലമായി. ട്രെയിൻ 2 മണി കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിലെത്തി. ട്രെയിനിൽ കയറി ലഗേജൊക്കെ ഭദ്രമായി വെച്ച് ഇരിപ്പുറപ്പിച്ചു. ആലുവയിൽ എത്തിയപ്പോൾ വിജയണ്ണൻ, ശോഭാക്ക, ശശികലാക്ക ഇവർ കയറി. തൃശ്ശൂരിൽ എത്തിയപ്പോൾ ഡോക്ടർ അനിതാക്ക, ലതാ മോഹനക്ക, അക്കയുടെ ബന്ധുവായ ഗീതാ മോഹൻ എന്നിവർ കയറി. അവർ 6 പേരും വേറെ കമ്പാർട്ട്മെന്റിലായിരുന്നു. ഞങ്ങൾ 2 പേര് വേറെ കമ്പാർട്ട്മെന്റില്. പക്ഷെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവര് ഞങ്ങളെ വന്ന് അന്വേഷിക്കുമായിരുന്നു. വിജയണ്ണൻ ഞങ്ങളെ വളരെയധികം കെയർ ചെയ്തിരുന്നു. അത് പറയാതിരിക്കാൻ പോയി. അണ്ണൻ ഇന്ന് വരാനായിട്ട് സാധിച്ചിട്ടില്ല. ചില ഔചാരിതമായ കാരണങ്ങളാൽ ഇന്ന് പറയാനായിട്ട് വരാൻ സാധിച്ചിട്ടില്ല. പോകുന്ന വഴിയിൽ ഞാൻ കേട്ടിട്ടുള്ള പല സ്ഥലങ്ങളും നദികളും ഒക്കെ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ടു. തിരുപ്പതി, വിജയവാഡ, കനകദുർഗ തുടങ്ങിയ സ്ഥലങ്ങൾ, കൃഷ്ണ, ഗോദാവരി, നർമ്മദ തുടങ്ങിയ നദികൾ, ബല്ലാഷ, ഭോപ്പാൽ, ആഗ്ര, ഫരീദാബാദ് ഈ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് ഓപ്പറേറ്ററുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നിസാമുദ്ദീനിൽ ഡൽഹിക്ക് മുമ്പുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ ഓപ്പറേറ്റർ രാജീവ് മേനോനും മറ്റുള്ളവരും വന്ന് ഞങ്ങളെ സ്വീകരിച്ച് സുരക്ഷിതമായി അവിടെ നിന്നും 300 മീറ്റർ മാത്രം അകലെയുള്ള കാവേലി ലോഡ്ജിൽ എത്തിച്ചു. അവിടെ 2 ലോഡ്ജുകളിലായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് താമസം ഉറപ്പിച്ചത്. നേരത്തെ വന്നവർ ഷോപ്പിങ്ങിന് പോയി. അന്നത്തെ വൈകുന്നേരം ഫുഡ് കഴിഞ്ഞ് സത്സംഗം കൂടി. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഡൽഹിയിലുള്ള പ്രധാന സ്ഥലങ്ങൾ കാണാൻ പോയി. ഇനിയും ആ ഡൽഹിയിലുള്ള 2 ദിവസത്തെ യാത്രയെക്കുറിച്ചും മറ്റും നമ്മുടെ തിലകമക്ക പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഹരിയോം തിലകാക്ക. ഹരിയോം. ഇന്ദിരാദേവി അക്ക പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ഡൽഹി യാത്ര ചെയ്യാൻ പറ്റിയിട്ട് ഞങ്ങൾ കലിക്കറ്റിൽ നിന്ന് 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് പുറപ്പെട്ടു. രാത്രി ഫ്ലൈറ്റിൽ ഞങ്ങൾ 11 പേര് കോഴിക്കോട്ട് ഫ്ലൈറ്റിൽ കയറുവാനുണ്ടായിരുന്നു. രവിദാസൻ അണ്ണൻ, ഭാര്യ രത്നവല്ലി അക്ക, ഭർത്താവ് ശോഭ അക്ക, പിന്നെ എൻ്റെ ഫാമിലി 6 പേരും. അങ്ങനെ 11 പേര് ഉണ്ടായിരുന്നു. രാത്രിയിൽ ഡൽഹിയിൽ 2 മണിക്ക് ഇറങ്ങി. നല്ല മഴ. ഞങ്ങൾ വാനിൽ കയറി റൂമിലേക്ക് വന്നു. 7-ാം തീയതി എല്ലാവരും വന്നതിനു ശേഷം എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടു. 7-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി വന്നു. അന്ന് പിന്നെ എല്ലാവരും റെസ്റ്റായിരുന്നു. 8-ാം തീയതി രാവിലെ സത്സംഗം, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഡൽഹി യാത്ര. ഇന്ദിരാദേവി അക്ക എല്ലാറ്റിനും നേതൃത്വം പിടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം ഇന്ത്യ ഗേറ്റ് കണ്ടു. എല്ലാവരും കൂടിയുള്ള യാത്ര വളരെ നല്ലതായിരുന്നു. എല്ലാവരും കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ കുത്തബ് മീനാർ, അതും വളരെ നല്ലതായിരുന്നു. പണ്ട് കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ ശത്രുക്കൾ വരുന്നത് കാണാം. അതിൽ കയറിയിട്ടാണ് ശത്രുക്കളെ കണ്ടുപിടിച്ചിരുന്നത്, അതിൻ്റെ മുകളിൽ കയറിയിട്ട്. പിന്നെ ലോട്ടസ് ടെമ്പിൾ, അത് വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും യോഗബന്ധുക്കളും കയറിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്തു. നല്ലൊരു അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ അക്ഷർ ഡാം പറഞ്ഞ് കണ്ടു, അതും വളരെ നല്ലതായിരുന്നു. പിന്നെ ലേസർ ഷോ പറഞ്ഞിട്ട്, അത് ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. എല്ലാ യോഗബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റും ദൈവത്തിൻ്റെ കഥ ഷോ രൂപത്തിൽ ലൈറ്റിൽ അത് കാണാൻ പറ്റി. അതും വളരെ നല്ലതായിരുന്നു. അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നിയിരുന്നില്ല. പിന്നെ രാജ്ഘട്ട്, റെഡ് ഫോർട്ട്, ഹിന്ദുക്കളുടെ അമ്പലം പൊളിച്ച അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് അതിൻ്റെ മതിലെല്ലാം കിട്ടിയത്. പിന്നെ നമ്മുടെ പിറ്റേ ദിവസം ഞങ്ങൾ ട്രെയിനിൽ വന്ദേ ഭാരതത്തിൽ വാരണസിയിലേക്ക് പോയി. അത് വളരെ വലിയൊരു യാത്രയായിരുന്നു. ട്രെയിനിൽ ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ആ യാത്ര വളരെ നല്ലതായിരുന്നു.
EV നായർ അണ്ണൻ വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് അവരുടെ കുറേ അനുഭവങ്ങളും അവർക്ക് ജോലി കിട്ടിയതും അതിനെ പറ്റിയിട്ടെല്ലാം വളരെ തമാശയോട് കൂടി പറഞ്ഞു. അതെല്ലാം കേട്ടത് ബോറടി തീരെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ട്രെയിനിൽ പരസ്പരം നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. ഒരു ബോറടിയില്ല. ഇനിയുള്ളത് സുജാത അക്ക പറയുന്നതായിരിക്കും. ഹരി ഓം. ഹരി ഓം. ഇന്ദിരക്കയും തിലകാക്കയും പറഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ ഉള്ളത്. അതിനു മുമ്പ് ഞാൻ വാരണാസിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 9-ാം തീയതി ഫ്ലൈറ്റിൽ പോയി രാത്രി അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് ഹോട്ടലിൽ നിന്നിരുന്നു. ഇവർ വളരെ രാത്രിയാണ് എത്തിയത്, വന്ദേ ഭാരത്കാർ. ഞങ്ങൾ രാവിലെ അവിടെ എത്തിയിട്ട് രാവിലെ തന്നെ നമ്മുടെ ഇത് തുടങ്ങി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അന്ന് വളരെ ലേറ്റായ കാരണം ചുക്ക് കാപ്പി ഒന്നും കിട്ടിയില്ല. അത് സാരമില്ല. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അയോധ്യ യാത്രയാണ് അന്ന് തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ 5 ബസ്സിലാണ് നമ്മൾ പോയിരുന്നത്, ചെറിയ ചെറിയ മിനി ബസ്സിൽ. അപ്പം 5 എണ്ണം ലൈനായിട്ട് 6 എണ്ണം ഇങ്ങനെ ലൈനായിട്ട് പോവും. 5ാമത്തെ ബസ്സായിരുന്നു ഞങ്ങളുടെ. അപ്പം എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങൾ അന്താക്ഷരിയോടുകൂടി, അത് അന്താക്ഷരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസമായിരുന്നു, എല്ലാം ഭക്തിഗാനങ്ങളായിരുന്നു. ഭക്തിഗാനങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് അന്ന് നാരായണീയം വായിക്കലുണ്ടായിരുന്നു. അപ്പൊ 10 മണിക്ക് എല്ലാ ബസ്സിലുള്ളവരും നാരായണീയം വായിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ടീ ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് സുൽത്താൻ പൂരിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അയോധ്യയിൽ എത്തി. അയോധ്യയിൽ എത്താറാവുമ്പം എല്ലാവർക്കും ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു അയോധ്യയിൽ എത്തിയ. കാരണം എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടും എല്ലാവരും ഇതാക്കിയിട്ടും കിട്ടിയ സ്ഥലമാണ് അത്. നമ്മുടെ പിടിച്ചടക്കപ്പെട്ട സ്ഥലമായിരുന്നു അത്. അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയ ആ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അവിടെ ദർശനം ചെയ്യാലോ, അത് ജീവിതത്തിന്റെ ഒരു നല്ല നിമിഷമാണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും ഞങ്ങൾ ക്യൂല് പോയി നിന്നു. ഒരു 2-2:30 ആയപ്പോൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. നമ്മുടെ ജയരാജണ്ണൻ ഉള്ളത് കാരണം നമുക്ക് VIP പാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം അധികം നിൽക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയ കാരണം ഞങ്ങൾ ബസ്സിൽ ബാഗും മൊബൈലെല്ലാം വെച്ചിട്ടാണ് പോയത്. അപ്പൊ അധികം നമുക്ക് ഫോട്ടോ കവർ ചെയ്യാൻ പറ്റിയില്ല. 1-2 മൊബൈലേ എടുത്തിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂല് നിന്നു. എല്ലാം അവിടെ എൻ്റെ ചോക്ലേറ്റും വെള്ളവും എല്ലാം അവിടെ അവർ ഇതാക്കി. എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി. വളരെ ഭംഗിയുള്ള അമ്പലമാണ്. അപ്പൊ രാമന്റെ ദർശനം കഴിഞ്ഞു. പക്ഷെ അവിടെയൊക്കെ പണി നടക്കുകയാണ്. ഇനിയും ബാക്കി അവിടെ സൂര്യന്റെ അമ്പലം, അങ്ങനത്തെ അമ്പലങ്ങളൊന്നും ഇനി കെട്ടുന്നതേ ഉള്ളൂ. ശിവന്റെ, അന്നപൂർണേശ്വരി, അതെല്ലാം ഇനിയും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവര്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ദർശനം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഹനുമാന്റെ അമ്പലത്തിലേക്ക് പോയി. അവിടുന്ന് ഹനുമാന്റെ അമ്പലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗരാജാവിന്റെ ഒരു അമ്പലത്തിലേക്ക് പോയി, വാസുകി അമ്പലത്തിലേക്ക് പോയി, കനകമഹാൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ രാത്രിയായിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഇതേമാതിരി തന്നെ നമ്മൾ വളരെ പറഞ്ഞ സമയത്ത് തന്നെ മാക്സിമം എല്ലാവരും എത്തുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇതേമാതിരി തന്നെ. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പ്രയാഗ്രാജിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പൊ പ്രയാഗ്രാജിലേക്കും ഇതേമാതിരി തന്നെയാണ്. എല്ലാ അന്താക്ഷരി എല്ലാം ആയിട്ട് ഞങ്ങൾ പോയി. അപ്പൊ അവിടെ വെലിയിടുന്നവര് വേറെ, പിന്നെ വേറെ ഇതായിരുന്നു, ബോട്ടിലും ആയിരുന്നു. അവിടെ ഏറ്റവും അത്ഭുതകരമായിട്ട് എന്നെ ഇതാക്കിയത് ഒരു സംഭവം എന്താന്ന് വെച്ചാല് ആ ബോട്ടിനെ അവർ നിർത്തുന്നതായിരുന്നു ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഓരോരോ ബോട്ടിലായിട്ട് അവിടേക്ക് പോയി. ആ സംഗമത്തിലെ സ്ഥലത്ത് അത് ഗംഗ, യമുന, പിന്നെ സരസ്വതി ഇൻവിസിബിൾ ആണ്, താഴെയാണ് എന്നാണ്. അപ്പം അങ്ങനെ ആ 3 നദിയുടെ അവിടെ സ്നാനം ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇതാണ്. പാപങ്ങൾ പോകുകയും ചെയ്യും, മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം നമ്മുടെ. അപ്പൊ ആ 3 ഇതിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാ ബോട്ടുകളും ഇങ്ങനെ ചേർത്ത് നിർത്തും. അവര് എല്ലാം ചേർത്ത് നിർത്തിയതിന് ശേഷം ഇതിന്റെ മേലെ കുറെ കമ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ മാതിരി ആവും. അപ്പൊ അവിടെ കാരണം ഇങ്ങനെ ഒരു ഇലയുടെ മാതിരിയാണല്ലോ, നമ്മുടെ ലോട്ടസിന്റെ ഇല മാതിരി ഒക്കെ ആണല്ലോ ഇതുള്ളത്. അപ്പം അതിലിങ്ങനെ നടുക്കിൽ വരുന്ന ആ ഗ്യാപ്പില് അവര് കമ്പി ഇട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് പിന്നെ മരം ഇറക്കിയിട്ട് അതിലാണ് നിന്ന് നമ്മൾ സ്നാനം ചെയ്യുന്നവര്. എന്താന്ന് വെച്ചാൽ വളരെ ആഴമുണ്ട് അവിടെ നദിക്ക്.
അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇത് ഒരു സ്ഥലത്തല്ല, കുറേ സ്ഥലത്ത് ഇങ്ങനെ ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. 3-4 ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പൊ അവിടെ നിന്നിട്ടാണ് ഇവര് സ്നാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ കയറി വന്നു, ചെയ്തവരൊക്കെ മാറ്റി, ചിലരൊക്കെ അങ്ങനെ. എന്നിട്ട് പിന്നെ ഞങ്ങള് ഇവിടെയും പോയി. പിന്നെ അപ്പം എല്ലാ ഇതും മാറുന്നതാണ്. അപ്പൊ അതിന് ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം പിന്നെ ഞങ്ങൾ വേറെ നാഗ വാസുകി ടെമ്പിൾ പോയി. പിന്നെ ഭീമന്റെ ശരശയ്യയിൽ കിടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഹനുമാന്റെ അമ്പലത്തില്. അതും കണ്ടു. അതും ഒരു നല്ല ഒരു കാഴ്ചയായിരുന്നു. കാരണം ശരശയ്യയിൽ കിടക്കുന്ന ആ ഇത് ഇതേവരെ ഒരു അമ്പലത്തിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായിരുന്നു. പിന്നെ അലോക് മാതാദേവി ടെമ്പിളിൽ പോയി. അലോക് മാതാദേവി ടെമ്പിൾ 81 ശക്തി കേന്ദ്രങ്ങളിലെ ഒരു ശക്തിയുടെ ടെമ്പിൾ ആണ്. അത് വലത്തെ കൈയിന്റെ അവിടെയാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ അപ്പൊ ബാക്കിയുള്ളത് ഇത്രയാണ് അന്നത്തെ ഇത്. ബാക്കിയുള്ളത് ഇനി നമ്മുടെ അക്ക പറയും. ഹരി ഓം അക്ക. ജയലക്ഷ്മി അക്ക. ഇന്ദിരാക്കയും തിലകമ്മക്കയും സുജാതാക്കയും പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങൾ 6-ാം തീയതി 6 പേര് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി. സുഷ്മിത്തണ്ണനും ഞാനും ശശികുമാരി അക്കയും സരസ്വതി അക്കയും ശോഭ അക്കയും രാജനണ്ണനും ഉണ്ടായിരുന്നു. 12:30 രാത്രി 12:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. 3:30 ഞങ്ങൾ ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അവിടെ നിന്നൊരു ട്രാവലറിൽ ഡൽഹിയിലെ റൂമിലെത്തി. 7-ാം തീയതി ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. അന്ന് സരോജിനി മാർക്കറ്റിൽ, അതിൻ്റെ അടുത്തൊരു സരോജിനി മാർക്കറ്റിൽ പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. 8-ാം തീയതി രാവിലെ യോഗയൊക്കെ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിനുശേഷം കാശിയിലേക്ക് പുറപ്പെട്ടു. കാശി വിശ്വനാഥ ദർശനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 12-ാം തീയതി അതിരാവിലെ ഗംഗാതീരത്ത് എല്ലാവരും മുങ്ങിക്കുളിച്ച് പിതൃതർപ്പണം ചെയ്തു. അതിനുശേഷം റൂമിലെത്തി ഭക്ഷണം കഴിച്ച് കാശി യാത്ര. ഗംഗയുടെ പടിഞ്ഞാറേ തീരത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തിന് 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രമുഖ സ്ഥാനമുണ്ട്. മഹാദേവൻ ഇവിടെ വിശ്വനാഥൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബാക്കി കാര്യങ്ങൾ അടുത്തയാൾ പറയും. ഹരി ഓം. ഞങ്ങൾ 3 പേര് ബാംഗ്ലൂരിൽ നിന്ന് പോയിരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററിനില് 3 പേരും കൂടി ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹി കണ്ട് അവിടുന്ന് വന്ദേ ഭാരതില് കാശിക്ക് പോയി. കാശി വിശ്വനാഥനെ ദർശിച്ച് കഴിഞ്ഞുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നപൂർണേശ്വരി ദേവിയെ തൊഴുത് അവിടുന്ന് ക്യൂ നിന്ന് ഞങ്ങള് പിന്നെ നടന്ന് കുറേ ദൂരം നടന്നാണ് ഞങ്ങള് ഗംഗാ ആരതിയും ബോട്ട് റൈഡിനും പോയത്. ബോട്ടിൽ കയറി. ആ ബോട്ട് റൈഡ് വളരെ മനോഹരമായിരുന്നു. 84 ഘാട്ടുകളും കാണിച്ചുകൊണ്ട് ആ ബോട്ടിൽ പോയ ആ യാത്ര വളരെ സന്തോഷമായിരുന്നു. അത് ആ സന്ധ്യ സമയത്ത് അങ്ങനെ ഒരു റൈഡ് പോണത് വളരെ ഭംഗിയായി തോന്നി. അത് കഴിഞ്ഞ് അവിടുന്ന് എല്ലാ ഘാട്ടും കണ്ട് നമോ ഘാട്ടിലേക്ക് വന്ന് അവിടെയായിരുന്നു ഗംഗാ ആരതി ഉണ്ടായിരുന്നത്. ഗംഗാ ആരതി കാണാൻ ആ കൃത്യസമയത്താണ് ഞങ്ങൾ എത്തിയത്. ഓടിച്ചെന്ന് അവിടെ എല്ലാവരും ഇരിക്കലും ഗംഗാ ആരതി തുടങ്ങുകയും ചെയ്തു. എല്ലാവരും ഗംഗാ ആരതി കണ്ട് സന്തോഷിച്ച് കുറേ നേരം ആരതി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദങ്ങളെല്ലാം വാങ്ങി എല്ലാവരും സന്തോഷപൂർവ്വം കുറെ ഫോട്ടോ എടുത്ത്. നമോ ഘാട്ട് ഒരു പുതിയ അനുഭവമായിരുന്നു. അത് ഇതിനു മുമ്പ് ഞാൻ കണ്ടേക്കണത് ഗംഗയിൽ പല ഘാട്ടുകളിലും ആരതി നടക്കണതായിട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം ഈ നമോ ഘാട്ടിൽ മാത്രമേ ആരതി ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് പുറപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇസ്കോണിൻ്റെ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, ഇസ്കോണിൻ്റെ പ്രസാദം കൊടുക്കണ്ടായിരുന്നു അവിടെ. എല്ലാവരും പോയി ഇസ്കോണിൻ്റെ പ്രസാദം വാങ്ങി ഭഗവാന്റെ പ്രസാദം കഴിച്ച് നമ്മുടെ വണ്ടികളിൽ കയറി എല്ലാവരും തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. അത്രേ എനിക്ക് പറയായിരുന്നു. ഇത് വളരെ നല്ല യാത്രയായിരുന്നു.
ഞാനും ഭർത്താവും അടക്കം 16 പേരാണ് മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തിയത്. ഡൽഹി യാത്രയും ബാക്കി യാത്രകളും എല്ലാവരും വിവരിച്ചു. അതിന്റെ തുടർച്ചയായി ഞാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ദിവസം ഞങ്ങൾ കാലഭൈരവ ക്ഷേത്രം സന്ദർശിച്ചു. കാശി ദർശനം ചെയ്താൽ കാലഭൈരവ ക്ഷേത്രത്തിലും തൊഴുതാലേ ദർശനം പൂർത്തീകരിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. ക്ഷേത്ര ദർശനത്തിനു ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ എല്ലാവരും സരനാഥിലേക്ക് പോയി. ബുദ്ധന്റെ മ്യൂസിയം കണ്ടു. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. അദ്ദേഹം പണികഴിപ്പിച്ച വലിയ ബുദ്ധസ്തൂപവും കണ്ടു. നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന്റെ ഒറിജിനലും കാണുവാൻ സാധിച്ചത് ഒരു അനുഭവമായിരുന്നു. ശ്രീ ബുദ്ധൻ തന്റെ 6 പ്രധാന ശിഷ്യന്മാർക്ക് ആദ്യമായി ആത്മോപദേശം നൽകിയ സ്ഥലവും കാണുവാൻ സാധിച്ചു. ഈ യാത്ര ഒരു ജന്മസാഫല്യമായി കാണുന്നു. അങ്ങനെ ഈ തീർത്ഥയാത്രയുടെ അവസാനം സാരനാഥിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്ദിരാദേവിയൊക്കെ പറയുന്നു. ഹരിയോ. അങ്ങനെ ബോധ്ഗയ യാത്രയും കഴിഞ്ഞ് വന്ദേ ഭാരതിൽ താമസ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. വാരണാസിയിലും 2 ലോഡ്ജുകളിലായിരുന്നു താമസം. നവനീത് ഹോട്ടലിൽ എത്തി. ഉച്ചഭക്ഷണവും കഴിഞ്ഞു. നന്ദി പ്രകടനം അല്ലെങ്കിൽ സത്സംഗം കൂടി. 4 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്തു. 5 മണിക്ക് ഫ്ലൈറ്റിനുള്ളവർ വാരണാസിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ടിലേക്കും ട്രെയിൻ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്കും പോയി. മിക്കവരും അന്ന് തന്നെ യാത്രയായി. ഫ്ലൈറ്റുകാർ പിറ്റേ ദിവസവും ട്രെയിൻ യാത്രക്കാർ അതിനടുത്ത ദിവസങ്ങളിലുമായി സുഖമായി എത്തിച്ചേർന്ന വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വഴിയൊരുക്കി SPYS സമിതിക്കും ഗോപണ്ണനും വാസുദേവണ്ണനും ദർശനം സുഗമമാക്കി തന്ന ജയരാജണ്ണനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കൂടാതെ ഓപ്പറേറ്റർമാരായ രാജീവ് മേനോനും രഞ്ജിത്തിനും ഈ അവസരം ഞാൻ നന്ദി പറയുന്നു. നമ്മളിൽ ഒരംഗത്തെ പോലെ തന്നെയാണ് അവരും നമ്മളോടൊപ്പം കൂടിയത്. ഞങ്ങൾ 8 പേര് ബജരംഗ ബലിയിൽ ഗണയിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ വിജയണ്ണനും ശോഭാക്കും ഇന്ന് ചില ഔചാരിക കാരണങ്ങളാൽ ഇതിൽ പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവർ നല്ല പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇനിയും അടുത്ത യാത്ര എവിടേക്കായിരിക്കും എന്ന മനസ്സിലെ ഒരു തോന്നല്. മധുര, വൃന്ദാവനം, ദ്വാരക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളവർ ഞങ്ങളുടെ ട്രെയിനിൽ യാത്രയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഒന്ന് പോയി ദർശനം നടത്തിയാലോ എന്നൊരാഗ്രഹമുണ്ട്. ഇനി നമ്മുടെ SPYS സമിതി എന്താണോ തീരുമാനിക്കുന്നത് അതിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ പോകണമെന്ന് തന്നെ ഞാൻ ആശിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.